ഹോസ്റ്റലിലെ വൈകുന്നേരത്തെ കാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ അലക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഞാനങ്ങനെ അലക്കാറില്ല, എല്ലാ ആഴ്ചയും വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ബാഗിൽ വെക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മാത്രം അലക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടതാണ്. അലക്കാൻ വേണ്ടി ആദ്യമേ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആദ്യയുടെ കളികൾ ഫുള്ള് കഴിഞ്ഞിട്ടാണ് ആദ്യം വന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി അലക്കാനും മടിയാണ്. അങ്ങനെ പിന്നെ അലക്കാൻ വേണ്ടി ആദ്യം വിളിച്ചിട്ട് ആദ്യം സോപ്പ് അൺബോക്സിങ്ങും അതും ഇതൊക്കെ ആയിരുന്നു. എത്ര തവണ വിളിച്ചിട്ടാണെന്ന് അറിയാം അതൊന്നും വന്നത്. ഇറങ്ങിയാൽ പുറത്ത് വരും, പിന്നെയും ഭാഗത്തോട്ട് കയറും. ഇത് തന്നെയായിരുന്നു ആദ്യയുടെ കളി. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പഠിക്കാനിരിക്കാൻ വേണ്ടി. അനാട്ടമിയുടെ വൈവേ ഉണ്ട് അടുത്ത ദിവസം. അപ്പോൾ ആദ്യമാണെങ്കിൽ കയറി ഇറങ്ങിയ കളി തന്നെയായിരുന്നു. അവളുടെ ഓരോ തുണി എടുക്കും, എന്നിട്ട് അവൾ നമ്മളോട് ചോദിക്കും ഇത് അലക്കാനുള്ളതാണോ അലക്കണോ എന്നുള്ളത്. അലക്കെല്ലാം കഴിഞ്ഞ് ഹോസ്റ്റലിൽ കയറി. അപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കോട്ടൊക്കെ ഇട്ട് റെഡി ആയിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യം ചെറുതായിട്ട് പാട്ട് പാടുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞ് ആദ്യം ആക്കൂലെന്നും പറഞ്ഞു ഞാൻ അതിൻ്റെ ഓട്ടോട്ടി കാണുന്നത്. അവരായിട്ട് ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വന്നപ്പോൾ മുതലുള്ള ചവറുണ്ടെന്ന് തോന്നുന്നു. അതിലെപ്പോഴും എടുത്ത് കളയാനുള്ള ടൈം കിട്ടാറില്ല. എന്നാലും കുറച്ച് എടുത്ത് കളി. ഇപ്പോൾ എന്തായാലും വൃത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ചെത്തിയിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ കാണിച്ചാലുള്ള മനസ്സാരും കാണാണ്ട് പോകരുത്. ഇപ്പോൾ ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞങ്ങളെല്ലാവരും കൂടി ലാബിൽ ചെന്നു. കുറച്ച് നേരം അതിനൊക്കെ വരാൻ പോണ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് പഠിച്ചു. പിറ്റേ ദിവസം എക്സാം ആയതുകൊണ്ട് അതൊക്കെ എല്ലാം നോക്കി. അപ്പോൾ അതിന് ഇടയ്ക്ക് ഓക്കെയാണ്. ഇടയ്ക്ക് അവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നമ്മുടെ കൈയൊക്കെ എടുത്ത് പൊക്കിയിട്ട് ക്ലാസ്സിൽ സാറിനെ വിളിച്ചൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ ബോൾ അവിടെയാണെന്നും പറഞ്ഞുള്ള കളിയാക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷിച്ചിട്ട് നാളെ കാണാം. അപ്പോൾ ടാറ്റ. വൈവയുടെ വീഡിയോ ആരും കാണാൻ മറക്കണ്ട കേട്ടോ.